എല്ലാവർക്കും എൻ്റെ ആര്യസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ രീതിയിലൊരു പരിപ്പ് കറി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പരിപ്പ് ഞാൻ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ നല്ലോണം കഴുകിയിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുടംപുളി, ഒരു തക്കാളി തൊലി കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പിടുക, ചെറിയ ഉള്ളി, അതേപോലെ തന്നെ കുറച്ച് കുടംപുളി, ഒരു തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മളൊരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഗ്യാസിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിൻ്റെ എയറൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ വെക്കുന്നത് ഒരു ചട്ടിക്കുടുക്കയിലേക്കാണ്. ഇതൊരു ചട്ടിക്കുടുക്കയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചട്ടിക്കുടുക്കയിൽ മാറ്റി ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റിക്കണമെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വീണ്ടും നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് തിരികെ കൂട്ടിയിടുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് വറ്റി വരട്ടെ കേട്ടോ. പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇടുന്നത്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കറിവേപ്പിലയാണ് കേട്ടോ. ഇത് വെറുതെ പീടികയിലുള്ള വിഷമടിച്ച് വരുന്നതൊന്നും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അതാണ് ചെറുതായ ഇല, അതിടുക. പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ കുറച്ച് മതിയിട്ട് വെളിച്ചെണ്ണ അത് ഒട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കറിക്ക് തണിഞ്ഞിട്ട് കറി കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കുക. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ഇടുക,